നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് പഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന് ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വാഴ നട്ട് പ്രതിഷേധം. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് ആദരം. നാട്ടിക SN കോളേജ് അലുമിനി അസോസിയേഷന്റെ കുടുംബസംഗമം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റെ കളിപ്പാവയായി മാറുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. തട്ടിക്കൂട്ട് നടപ്പിലാക്കുകയാണ്, അതല്ലെങ്കിൽ വഴിപാട് പരിപാടികളായി പദ്ധതികളായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ മാറുകയാണ്. ഒരു ജനക്ഷേമത്തിനും ഇവിടെ പരിപാടിയില്ല. നാടിന്റെ വികസനത്തിനോ വലപ്പാടിന്റെ പുരോഗതിക്കോ ഒരു പദ്ധതിയുമില്ല. വലിയ പരാജയത്തിന്റെ മുഖമുദ്രയായി വലപ്പാട് പഞ്ചായത്ത് ഭരണം മാറുകയാണ്. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ അവസാനിക്കുന്നത് മാർച്ച് 31-നാണ്. 12 മാസത്തില് ഇനി 2 മാസം മാത്രമേ പദ്ധതി പൂർത്തീകരണത്തിന് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഇവിടെ ഞാൻ മെമ്പർമാരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പദ്ധതിയും പൂർത്തീകരിക്കാൻ പോയിട്ട് പാതി വഴിയിൽ പോലും എത്തിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV വികാസ് മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം മൂലം ജനങ്ങൾ വലയുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണ, ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ്, വിശാഖ് വേണുഗോപാൽ, CG സുരേഷ്, സുവിത്ത് കുന്തറ, സുമേഷ് പാനാട്ടിൽ, ആർട്ടിസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ, VA ഫിറോസ്, ജോസ് താടിക്കാരൻ, CR അറുമുഖൻ, UR രാഗേഷ്, MS സലീം, കാർത്തികേയൻ കുന്നുങ്ങൽ, ഡേവിസ് വാഴപ്പിള്ളി, അനിൽ കരുവത്തിൽ, മൈത്രി വത്സൻ, അഭിലാഷ് തേവർക്കാട്ടിൽ, ഇസ്മയിൽ അറക്കൽ, സജിത്രൻ തയ്യിൽ, വിപിൻ ആഷിഫ് എന്നിവർ സംസാരിച്ചു. ബദിരയും മൂകയുമായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ 25 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് കോടതി ഉത്തരവായി. നാട്ടിക സ്വദേശി ഉണ്ണിയാരംപുരയ്ക്കൽ വീട്ടിൽ ബിജുവിനെയാണ് 25 വർഷം കഠിന തടവിനും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് CR രവിചന്ദ്രൻ വിധി പ്രസ്താവിച്ചത്. 2016 ജൂലൈ 8 വൈകിട്ട് 3:30 യുവതി വീട്ടിൽ തനിച്ചായിരുന്ന സമയത്ത് അടുക്കളവാതിൽ വഴി പ്രവേശിച്ച പ്രതി ബദിരയും മൂകയുമായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ്. വലപ്പാട് പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് ഇപ്പോൾ കോടതി വിധി പുറപ്പെടുവിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 26 സാക്ഷികളെയും 25 രേഖകളും 9 തൊണ്ടിമുതലുകളും ഹാജരാക്കിയിരുന്നു. വലപ്പാട് CIമാരായിരുന്ന രതീഷ് കുമാർ, CR സന്തോഷ് എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല, അഡ്വക്കേറ്റ് KN സിനിമോൾ എന്നിവർ ഹാജരായി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. അതിജീവിത ബദിരയും മൂകയും ആയതിനാൽ പരിഭാഷയുടെ സഹായത്തോടെയാണ് കോടതിയിൽ തെളിവുകൾ നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരം 25 വർഷം കഠിന തടവിനും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിക്കുന്നുവെന്നാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് CR രവിചന്ദ്രൻ വിധി പ്രസ്താവിച്ചത്. പിഴയൊടുക്കാതിരുന്നാൽ 15 മാസം തടവ് ശിക്ഷ അധികമായി നൽകണമെന്നും വിധിച്ചിട്ടുണ്ട്. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. പിഴസംഖ്യ ഈടാക്കി അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിമ്പ്രം VPMS SNDP ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകിയ വാട്ടർ കിയോസ്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, പ്രിൻസിപ്പൽ OV സാജു, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജോഷ് ആനന്ദ്, BDO രജികുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, മെമ്പർമാരായ ഷൈൻ നെടിയിരിപ്പിൽ, തപതി, രശ്മി ഷിജോ, പ്രധാനാധ്യാപിക ബീന T രാജൻ,
PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് എന്നിവർ സംസാരിച്ചു. PTA വൈസ് പ്രസിഡന്റ് സുമോദ, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് അശ്വതി, സ്റ്റാഫ് സെക്രട്ടറി മുജീബ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ കിയോസ്കുകൾ നാടിന് സമർപ്പിച്ചു. വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ക്ഷേത്രത്തിനടുത്ത് സ്ഥാപിച്ച വാട്ടർ കിയോസ്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, തളിക്കുളം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, ബ്ലോക്ക് മെമ്പർമാരായ ഷൈൻ CR, ബഗീഷ് പൂരാടൻ, വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് സെക്രട്ടറി VS റിജികുമാർ, കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5 പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറുകിട കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ഇപ്പോൾ ആയിരങ്കണ്ണി 19 ലക്ഷം രൂപ ചെലവിതുകൊണ്ടാണ് ആയിരങ്കണ്ണി അമ്പലത്തിന് തൊട്ട് മീൻകടവ് കുടിവെള്ള പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഇതേപോലെ തന്നെ നിരവധി പദ്ധതികൾ ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഏറെ കുടിവെള്ള ക്ഷാമം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രദേശമാണെങ്കിൽ യഥാർത്ഥത്തിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്നൊരു പ്രദേശമാണ്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും അടുത്ത് ശുദ്ധജലം കിട്ടുമെന്നുള്ളത്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. തളിക്കുളം 4-ാം വാർഡ് പുളിയംതുരുത്തിൽ സംയോജിത കൃഷിയുടെ ഭാഗമായി നടീൽ ഉത്സവവും പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനവും CPM ഏരിയ കമ്മിറ്റി അംഗം KR സീത നിർവഹിച്ചു. വാർഡ് മെമ്പർ സിംഗ് ബാലത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ രജനി KK, EPK സുഭാഷിതൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, ബ്ലോക്ക് മെമ്പർ V കല എന്നിവർ പങ്കെടുത്തു. വാർഡിലെ എല്ലാ വീടുകളിലേക്കും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ചെയ്യാനുള്ള വസ്തുക്കൾ കൊടുക്കുന്നതായാലും ഒക്കെ തന്നെ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? അതൊക്കെ സംഭാവന. നിങ്ങൾ ആരും ഇപ്പം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അതൊന്നും തന്നെ പൈസ കൊടുത്തിട്ടല്ല. നമ്മൾ ഉദാരമതികളായ ആളുകളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇതര സംഘടനകളും ഒക്കെ തന്നെ സ്ഥാപനങ്ങളൊക്കെ തന്നെ നമുക്ക് സംഭാവന ചെയ്തുകൊണ്ട് തന്നെയാണ്. പരിസ്ഥിതി പഠനമുറി സമ്മാനിച്ച് ദീപൻ മാഷ് സർവീസിൽ നിന്നും വിരമിക്കുന്നു. കുട്ടികളെ പ്രകൃതി പരിസ്ഥിതി സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് അവരറിയാതെ കൂട്ടിക്കൊണ്ടുപോകാൻ നേതൃത്വം നൽകി പ്രകൃതിയുടെ കൂട്ടുകാരനായ തൃത്തല്ലൂർ UP സ്കൂൾ അധ്യാപകൻ KS ദീപൻ മാഷാണ് വിദ്യാലയത്തിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്നത്. ഒട്ടേറെ നൂതന ആശയങ്ങൾക്ക് തുടക്കം കുറിച്ച തൃത്തല്ലൂർ UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി പഠനമുറി ഒരുക്കിക്കൊണ്ടാണ് പ്രിയ അധ്യാപകൻ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത്. ഇതോടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ഇത്തരത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പഠനമുറി എന്ന അംഗീകാരവും സ്കൂളിനെ തേടിയെത്തി. സ്കൂളിലെ ഔഷധക്കാടിന് സമീപമാണ് മാഷ് പഠനമുറി ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ ഔഷധത്തോട്ടം, ഹരിത ക്ലാസ് മുറി, സ്കൂൾ അസംബ്ലി ജൈവപന്തൽ, പരിസ്ഥിതി സംരക്ഷണത്തിന് കുട്ടികളുടെ ഗ്രീൻ പോലീസ് തുടങ്ങിയവ മാഷുടെ സംഭാവനകളിൽ ചിലതു മാത്രം. മാഷുടെ അധ്യാപക പ്രൊജക്റ്റുകൾ സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. കുട്ടികളുടെ ഗവേഷണ പ്രൊജക്റ്റുകൾക്ക് ഗൈഡ് ടീച്ചറായി പ്രവർത്തിച്ച ദീപൻ മാഷ് 9 തവണ സംസ്ഥാന ദേശീയ ശാസ്ത്രമേളകളിൽ അംഗീകാരം നേടിക്കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം, തുടർച്ചയായി 14 വർഷം ഹരിത വിദ്യാലയ പുരസ്കാരം, 2 തവണ സംസ്ഥാന തലത്തിൽ മികച്ച വിദ്യാലയത്തിന് നൽകുന്ന വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം, സംസ്ഥാന അധ്യാപക അവാർഡ്, ദേശീയ അധ്യാപക അവാർഡ് അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങളും ഈ അധ്യാപകനെയും വിദ്യാലയത്തെയും തേടിയെത്തി. TN പ്രതാപൻ MP പരിസ്ഥിതി പഠനമുറി സ്കൂളിനായി സമർപ്പിച്ചു. എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് വന്ന് ഇവിടെ നിങ്ങൾ ഇരിക്കണം, ഇവിടെ പാട്ട് പാടണം, ഇവിടെ കളിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പരിസ്ഥിതി ക്ലാസ് മുറി എന്ന് കൂടി സ്നേഹത്തോടെ കൂടെ പറയുന്നത്. ബാക്കി നമുക്ക് ദീപമാസ യാത്രയപ്പിന് പറയാം. ഒക്കെ പറഞ്ഞാൽ ബാക്കി കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ യാത്രയപ്പിന് ബാക്കി പറയാം എന്ന് കൂടി പറഞ്ഞ് എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച ശ്രീമുരുക ശാഖയിലെ പ്രതിഭകളെ ആദരിച്ചു. അസിസ്റ്റന്റ് കമാൻഡായി പ്രൊമോഷൻ ലഭിച്ച സലീൽ KG, SI ആയി പ്രൊമോഷൻ ലഭിച്ച സജിൽ KG, ജില്ലാതല ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ വൈശാഖ്, സബ് ജൂനിയർ നീന്തൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ധനീഷ്, കേരള ക്രിക്കറ്റ് 19 വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിൽ സെലക്ഷൻ ലഭിച്ച ചന്ദന ചന്ദ്രൻ, ജില്ലാ സ്കൂൾ ഗെയിംസിൽ സീനിയർ വനിതാ വിഭാഗം കരാട്ടയിൽ സ്വർണ്ണ മെഡൽ നേടിയ ആർച്ച ഷൈബു എന്നിവർക്കാണ് ആദരവ് നൽകിയത്.
മുൻ പ്രിൻസിപ്പൽ വത്സല രാമചന്ദ്രൻ, അതുല്യ ഘോഷ്, രഞ്ജൻ എരുമത്തുരുത്തി, ചിദംബരൻ, പ്രബീഷ് കൊല്ലാറ, ശബരിനാഥ് വാഴപ്പുള്ളി, ഷിബു നെടിയിരിപ്പിൽ, രാമചന്ദ്രൻ ഏറാട്ടിൽ, സുരേഷ് പുല്ലാട്ട് എന്നിവർ ചേർന്നാണ് ആദരവ് നൽകിയത്. വിശിഷ്ട അതിഥിയായ വത്സല രാമചന്ദ്രനെ SNS സമാജം ക്ഷേത്രം മേൽശാന്തി സന്ദീപ് ശാന്തിയും സമാജം പ്രസിഡന്റ് ജിതേഷ് കാരയിലും ആദരിച്ചു. യുവജന സംഘം ഭാരവാഹികളായ KS ഷിൽജിത്ത്, യദുകൃഷ്ണൻ, പ്രണവ് രാജ്, അതുൽ രാജ് കൊല്ലാറ, ബിനീഷ് കാരയിൽ, ജ്യോതി ബാബു പൊയ്യാറ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. നാട്ടിക ശ്രീനാരായണ കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം ഞായറാഴ്ച നടത്തുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MP സുബിൻ, സെക്രട്ടറി KG ഗിലാൽ എന്നിവർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ MP സുബിൻ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ TR ഹാരി മുഖ്യപ്രഭാഷണം നടത്തും. വിരമിച്ച അധ്യാപക അനധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. VN രണദേവ്, ഷിരാസ്, VR പ്രഭ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പഴുവിൽ ശ്രീ മൂലസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രത്തിലെ തിറവെള്ളാട്ടിന്റെ ഭാഗമായി നടക്കുന്ന ചന്ദ്രഹാസ അഖിലേന്ത്യാ നൃത്ത സംഗീതോത്സവത്തിന്റെ 4ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ സംഗീതോത്സവം അരങ്ങേറി. വൈകിട്ട് 5:30 മുതൽ 6:30 വരെ അർപ്പിത ദിനേശ് ബാംഗ്ലൂർ അവതരിപ്പിച്ച നൃത്താർപ്പണം ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് വൈകിട്ട് ഗായകൻ കണ്ണൻ ജി നാഥും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാന നിശയും ശ്രദ്ധേയമായി. 5 ദിവസം നീണ്ടുനിന്ന പ്രഥമ ചന്ദ്രഹാസ അഖിലേന്ത്യാ നൃത്ത സംഗീതോത്സവത്തിന് സമാപനം കുറിച്ച് വ്യാഴാഴ്ച രാവിലെ രഹന മുരളീദാസിന്റെ സംഗീത കച്ചേരിയും ഡോക്ടർ അങ്ങാടിപ്പുറം ശ്രീദേവിയും സംഘവും അവതരിപ്പിച്ച ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. വയലിനിൽ വീട്ടി ശങ്കരനാരായണൻ മേഴത്തൂരും മൃദംഗത്തിൽ അടൂർ വികാസും മുഖർ ശങ്കിലൂടെ സുന്ദരൻ തൃപ്രയാറും പക്കമേളമൊരുക്കി. തുടർന്ന് പുറത്തൂർ പ്രൗഢ കലാവേദിയുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. തുടർന്ന് ഭഗവതിക്കും വീരഭദ്രസ്വാമിക്കും എഴുന്നള്ളിപ്പ്, കളവും പാട്ടും പ്രസാദോട്ട് എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് ഭഗവതിക്കും വീരസ്വാമിക്കും നൃത്തം, നിറമാല, വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് ശക്തിപൂജ, പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, കാവടിയാട്ടം, തെയ്യം, തിറ എന്നിവയുടെ അകമ്പടിയോടെ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെയും കാളിമുത്തിയുടെയും ഗുരുമുത്തപ്പന്മാരുടെയും പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശങ്കരസൂരോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി, പാർവതി മാതാ പാരിനു നൽകിയ പഞ്ചാമൃതം സ്വാമി. കളം കണ്ട് പൂജ കണ്ട് വിറകൊണ്ട് വാ സ്വാമി, താളം കണ്ട് മേളം കണ്ട് കളം കേറ്. എടമുട്ടം SNS സമാജം സെന്റർ ശാഖ തൈപ്പൂയത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള സംഗീത വിരുന്ന് ഹൃദ്യമായി. Come on.
OK എന്റർടൈൻമെന്റ് ടീമാണ് പരിപാടി അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസം, കലാമേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 17ഓളം വിദ്യാർത്ഥികളെ വേദിയിൽ പുരസ്കാരവും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. ചടങ്ങിന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത മധു ശക്തിധര പണിക്കരെ സമാജം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ പൊന്നാടയണിച്ച് ആദരിച്ചു. ശാഖയുടെയും സമാജത്തിന്റെയും ഉന്നമനത്തിനായി പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന അംഗം ബാബു പാണപ്പറമ്പിലിനെ സെൻട്രൽ ശാഖ പ്രസിഡന്റ് രാജേഷ് വേളക്കാട്ട് പൊന്നാട അണിയിക്കുകയും മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം സമാജം സെക്രട്ടറി അതുല്യ ഘോഷ്, ശാഖാ സെക്രട്ടറി രഘുലാൽ, ട്രഷറർ ബിജോയ്, മാറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് നൽകി. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചതിൻ്റെ ചരിത്രം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ കാഞ്ഞാണി മണലൂർ സ്വദേശിയും ഭാരതീയ വിദ്യാമന്ദിറിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പ്രസിദ്ധിന് കമ്പം ഡ്രോൺ നിർമ്മാണത്തിലാണ്. യൂട്യൂബിൽ നിന്ന് ഡ്രോൺ നിർമ്മിതിയുടെ വിദ്യ അവൻ സൂക്ഷ്മതയോടെ നോക്കി കണ്ടുപഠിക്കുകയും അതിനുവേണ്ട സാമഗ്രികൾ വാങ്ങിച്ചും അസംബിൾ ചെയ്ത് നിർമ്മാണം പൂർത്തിയായപ്പോൾ അവൻ്റെ കൊച്ചു മനസ്സിൽ മുട്ടിട്ട ആഗ്രഹങ്ങളും ചിറകുവിടർത്തി ആകാശത്തേക്ക് പറന്നുയരുകയായിരുന്നു. മണലൂർ ബാങ്ക് സെന്ററിന് സമീപം റിട്ടയർഡ് KSCB ജീവനക്കാരനായ കാട്ടിക്കോവിൽ പ്രകാശിൻ്റെയും ഭാര്യ സുനന്ദയുടെയും 2 മക്കളിൽ ഇളയവനായ പ്രസിദ്ധാണ് ഇപ്പോൾ തൻ്റെ മനസ്സിൽ മുട്ടിട്ട ആഗ്രഹ സാഫല്യീകരണത്താൽ പ്രസിദ്ധനായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞാണി മണലൂർ ബാങ്ക് സെൻറ്ററിൻ്റെ അടുത്ത് താമസിക്കുന്ന കാട്ടിക്കോവിൽ പ്രകാശിൻ്റെയും സുനന്ദയുടെയും മകൻ ഉള്ള പ്രസിദ്ധിൻ്റെ വീട്ടിലാണ്. പ്രസിദ്ധ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭാരതീയ വിദ്യാഭവനിൽ കാഞ്ഞാണിയിൽ. പ്രസിദ്ധിൻ്റെ ഒരു നിർമ്മിതി കാണാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അവനൊരു ഡ്രോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് കണ്ടിട്ട് ആ കൗതുകം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനും അതൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു അത് പാർട്സ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും പാർട്സൊക്കെ. അപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതെ, അതിൻ്റെ ഒരു കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം? ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് വിചാരിക്കണതിൽ? മറ്റേ പ്ലൈവുഡും പിന്നെ മോട്ടറൊക്കെ. പ്ലൈവുഡും മോട്ടറും പിന്നെ ബോർഡ് ബാറ്ററൊക്കെ. ഓ ശരി. ഇത് സ്കൂളത്തെ ആവശ്യം ഉണ്ടാക്കിയതാണോ അതോ സ്വന്തം? ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ഒരാഗ്രഹമായിരുന്നു. കല്യാണത്തിന് പോയപ്പോൾ ഒരു ഡ്രോൺ പറപ്പിക്കണ്ടായിരുന്നു. അന്ന് തൊട്ടത് ആഗ്രഹമാണ് ഡ്രോൺ ഉണ്ടാക്കണം. അതാണ് പിന്നെ ഉണ്ടാക്കി. അത് എത്ര കാലം പിടിച്ചു ഉണ്ടാക്കാനായിട്ട്? ഇതാ ഇത് ഒരു ദിവസം മതി. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്? ചെറുതായി ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലെങ്കിൽ ഇൻട്രസ്റ്റ് വരാൻ എന്താ കാരണം? കല്യാണത്തിന് പോയപ്പോൾ കണ്ടതിന് ഒരു ഡ്രോൺ പറക്കുന്ന സാധനം കണ്ടപ്പോൾ തോന്നി ഒരു ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കിയതാ. ആരെങ്കിലും സഹായം വേറെ ഉണ്ടായിട്ടുണ്ടോ പുറത്തുനിന്ന്? പുറത്തുനിന്ന് അത്രയ്ക്ക് ഉണ്ടായിട്ടൊന്നുമില്ല, ഓർമ്മയില്ല അതിനെ കുറിച്ച്. എവിടുന്ന് പഠിച്ചെടുത്തൊക്കെ? ഇത് മറ്റേ യൂട്യൂബിൽ ഒരു തവണ കണ്ടിട്ടുള്ള. യൂട്യൂബിൽ കണ്ട്. ഡ്രോണിന്റെ നിർമ്മിതിക്ക് ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പറപ്പിക്കുന്നതിനുള്ള പ്രൊപ്പല്ലറുകളും ഇത് നിയന്ത്രിക്കുന്നതിനുള്ള റിമോട്ട് നിർമ്മാണത്തിനുമുള്ള സാമഗ്രികളുമെല്ലാം പ്രസിദ്ധ് തന്നെയാണ് സൂക്ഷ്മതയോടെ മനസ്സിലാക്കി ഇതിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്.
ഏകദേശം 3000 രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടുള്ളതും തീരെ ചെറിയതുമായ ഒരു ഡ്രോണാണ് പ്രസിദ്ധ് ഇപ്പോൾ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ഇതിൽ ക്യാമറ കൂടി ഘടിപ്പിക്കുകയാണെങ്കിൽ ഇതുപയോഗിച്ച് ആകാശതലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും പകർത്താൻ കഴിയുമെന്ന് പ്രസിദ്ധ് പറയുന്നു. ഇപ്പോഴത്തെ ഡ്രോണിന്റെ നിർമ്മാണത്തിൽ മാതാപിതാക്കളിൽ നിന്നും നല്ല സഹകരണം ലഭിച്ചുവെങ്കിലും പുറമേ നിന്നുമുണ്ടായ പരിഹാസ രൂപത്തിലുള്ള പ്രതികരണത്തിൽ നിന്നാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാനുണ്ടായ പ്രധാന കാരണമെന്ന് പ്രസിദ്ധ് പറയുന്നു. നല്ലൊരു ചിത്രകാരൻ കൂടിയായ പ്രസിദ്ധ് ഇതുകൂടാതെ സൈക്കിളിന്റെ ഡൈനാമോയും ക്രിസ്മസ് നക്ഷത്രവും ഒക്കെ ഇതിനു മുമ്പ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളതായി മാതാപിതാക്കളും പറഞ്ഞു. അവന് ചെറുപ്പത്തിൽ തന്നെ ഈ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര ആഗ്രഹം തോന്നും. ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. 1, 2, 3 പ്രാവശ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ പിന്നെ അത് ചെയ്യണമെന്നുള്ള വാശിന് പിന്നെ അതിന് വേണ്ടിയിട്ട് പൈസ ഞാൻ ചിലവാക്കാറുണ്ട്. ചോദിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് അവൻ ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ പ്രവർത്തിക്കട്ടെ എന്നുള്ളത്. കരണ്ടുമ്പോഴുള്ള കളി കളിക്കുമ്പോൾ മാത്രം ഞാൻ ശ്രദ്ധിക്കും. അത്രേ ഉള്ളൂ. വേറൊരു കാര്യങ്ങളും സംശയം തോന്നിയെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇപ്പോൾ ഉണ്ടാക്കിയ ഡ്രോണിന് അധികം ഉയരത്തിൽ പറക്കുന്നതിനുള്ള ശേഷി കുറവാണ്. എങ്കിലും അതിനാവശ്യമായ കൂടുതൽ ശേഷിയുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാൽ ഈ കുറവും പരിഹരിക്കാനാകുമെന്ന് പ്രസിദ്ധ് പറഞ്ഞു. BDS വിദ്യാർത്ഥിയായ പ്രണവ് പ്രസിദ്ധിന്റെ സഹോദരനാണ്. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹവനം, നിർമ്മാല്യ ദർശനം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ചീവേലി, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. കാളിയാട്ടവും SN പുരം തിലകന്റെ പ്രാമാണിത്വത്തിൽ 101 മേള കലാകാരന്മാരും നിരന്ന പാണ്ടിമേളം പൂരം വരവിന് മാറ്റുകൂട്ടി. തുടർന്ന് ദീപാരാധനയും പറവൂർ ബൈജുവിന്റെ നേതൃത്വത്തിൽ വർണ്ണമഴയും ഉണ്ടായിരുന്നു. രാത്രി 7:30 വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി എൻഡോമെന്റ് വിതരണം, തുടർന്ന് കോഴിക്കോട് രംഗഭാഷയുടെ മൂക്കുത്തി എന്ന നാടകവും അരങ്ങേറി. തുടർന്ന് പള്ളിവേട്ട, വിളക്കിനെഴുന്നള്ളിത്ത്, പള്ളിയുറക്കൽ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര മേൽശാന്തി മനോജ് സഹകാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസ്, VK ശശിധരൻ, VD മനോജ്, VJ ഷാലി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ശീവേലി പുര സമർപ്പണവും പൊങ്കാലയും നടന്നു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് പൊങ്കാല സമർപ്പണം നടന്നത്. തുടർന്ന് ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി CB പ്രകാശൻ തന്ത്രിയും ചേർന്ന് ശീവേലിപ്പുര സമർപ്പണം നടത്തി. കവിയും ഗാനരചയിതാവുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി സ്മിത്ത് EVS, പ്രസിഡന്റ് റോഷ് AR, ഉന്നതാധികാര സമിതി പ്രസിഡന്റ് EVK ശശികുമാർ, വികസന സമിതി ചെയർമാൻ EPK ബാലകൃഷ്ണൻ, കൺവീനർ EG അശോകൻ, വൈസ് പ്രസിഡന്റ് ഷൈജു ES, ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് മദൻ, ഷെറി EV എന്നിവർ സംസാരിച്ചു.
സംസാരിച്ചു. ശിവേലിപുര ശില്പി സുരേഷ് കന്യാകുമാരി, സ്തപതി ഉണ്ണികൃഷ്ണൻ ആചാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പരമേശ്വരൻ്റെ ആ ഒരു സമർപ്പണം, പരമേശ്വരൻ്റെ സൂര്യനെ പോലെയുള്ള ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന പരമേശ്വരൻ്റെ ആ അവതാര ലക്ഷ്യമാണ്. അച്ഛനും അമ്മയും നമുക്ക് അവരാണ്. ജഗദത്ത് തരവന്തി പാർവതി പരമേശ്വരൻ. അപ്പോൾ അങ്ങനെയുള്ള വലിയ സമർപ്പണത്തിൻ്റെതായ ഈ മഹാചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് വളരെ സന്തോഷമുണ്ട്. എനിക്ക് സംസാരിക്കാനും പാടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു, ഇനി തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ്. ഞാൻ രാവിലെ 4 മണിക്ക് കഴിഞ്ഞിട്ട് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ തിരിച്ചിനി ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് പോകണം വൈകുന്നേരം വഴി. ഇതൊക്കെ ശക്തി നൽകിയത് അമ്മയുടെ കാര്യമാണ്. എന്നാ പറയുന്നത്, ഇവിടുത്തെ പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും പ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ഇതാണ് നമ്മൾ ഹിന്ദു ജനങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെ ആരാധനാ സ്വാതന്ത്ര്യവും സ്നേഹവും സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രം അത്യുജ്വലമായ ഒരു ദൈവിക സാന്നിധ്യമായിരിക്കും എന്ന് എനിക്കറിയാം. വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം നടപ്പുരയിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി ടി കെ സുധൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇ വി ദശരഥൻ, രാജൻ പെരിങ്ങോട്ടുകര, രക്ഷാധികാരി പി കെ സുഭാഷ് ചന്ദ്രൻ, ശ്രീരാമൻ കെ കെ, എ എൻ സിദ്ധപ്രസാദ്, അഭിമന്യു മയൂർ, ഷാജി പുളിക്കൽ, ശശി മാറാഡ്, ഗൗരി, വിമല, തങ്കമണി ത്രിവിക്രമൻ, രാമദാസ് ചുക്കൂട്ട്, പ്രേംദാസ് മണികണ്ഠൻ, രാജു ശാന്തി, ഗിരിജ പ്രസാദ്, കൃഷ്ണകുമാർ, ശങ്കരനാരായണൻ, അംബിക എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അതേറ്റവും വളരെ നന്നായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കഴിഞ്ഞ വർഷവും കാനാടി കാവിൽ നിന്നിട്ടാണ് നമുക്കിങ്ങനെ അത് അദ്ദേഹം വന്ന് ആ സ്വാമികൾ വന്ന് ഭംഗിയാക്കി. അതേപോലെ ഇത്തവണ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ആ രാജസ്വാമികൾ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, കലശപൂജ, പന്തീരടി പൂജ, കലശാഭിഷേകം, ശീവേലി, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് 3 ആനകളോടുകൂടിയ എഴുന്നള്ളിപ്പിന് ഗജരാജൻ തിരുവാണിക്കാവ് രാജഗോപാൽ തിടമ്പേറ്റി. തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക്, പൂമൂടൽ, അത്താഴപൂജ, ഗുരുതി എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് പി എസ് ഗണേശൻ, സെക്രട്ടറി പി എസ് കിഷോർ, പി എസ് കണ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാട് പഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന് ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വാഴ നട്ട് പ്രതിഷേധം. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് ആദരം. നാട്ടിക SN കോളേജ് അലുമിനി അസോസിയേഷന്റെ കുടുംബസംഗമം ഞായറാഴ്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.